നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നാം നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന 4 പ്രശ്നങ്ങൾ, അതായത് ജന്മ, മൃത്യു, ജരാവ്യാധി, ഈ 4 പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ പരിഹാരം, അതായത് നമ്മുടെ ഭഗവാനുമായിട്ടുള്ള മറന്നുപോയ ബന്ധം പുനഃസ്ഥാപിക്കുക വഴി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും നമ്മൾ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം എപ്രകാരം പുനഃസ്ഥാപിക്കാം എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായി നമുക്ക് നാം ആരാണെന്നറിയണം. അതിനപ്പുറം ഭഗവാൻ ആരാണെന്നുള്ള അറിവും ഉണ്ടായിരിക്കണം. ആദ്യമായിട്ട് ഭഗവാൻ ആരാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതായത് ഭഗവാന്റെ തന്നെ ആദ്യത്തെ സൃഷ്ടി ബ്രഹ്മദേവൻ, അതായത് ഭൗതിക പ്രകൃതിയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ജീവാത്മാവായ ബ്രഹ്മദേവൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്ന താമര പൂവിൽ ആണ് ബ്രഹ്മാവിന്റെ ജനനം. കാലങ്ങളോളമുള്ള തപസ്സിന് ശേഷം ബ്രഹ്മദേവനിൽ ഭഗവാൻ വിഷ്ണു പ്രസന്നനാവുകയും വൈകുണ്ഠലോകം മുഴുവൻ ദർശിക്കാനുള്ള ഒരനുഗ്രഹം നൽകുകയും ചെയ്തു. അങ്ങനെ വൈകുണ്ഠലോകവും ഭഗവാനെയും ഭഗവദ്ധാമത്തിന്റെ ഐശ്വര്യവും യശസ്സും പ്രശസ്തിയും എല്ലാം ദർശിച്ച ശേഷം ബ്രഹ്മദേവൻ ഇപ്രകാരം ഭഗവാനെ പറ്റിയും വൈകുണ്ഠ ലോകത്തെ പറ്റിയും പ്രത്യേകിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഭഗവാനെ പറ്റി എന്താണ് ബ്രഹ്മദേവൻ പ്രതിപാദിക്കുന്നതെന്ന് ആ ഒരു ശ്ലോകം നമുക്ക് നോക്കാം. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. സർവകാരണത്തിനും കാരണഭൂതനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനാണ്, ഗോവിന്ദനാണ്. എല്ലാത്തിന്റെയും തുടക്കം ഭഗവാനിൽ നിന്നാണ്. എന്നാൽ ഭഗവാന് ഒരു തുടക്കമില്ല തന്നെ. അതായത് ശാശ്വതമായ സത്തയുടെയും ആനന്ദത്തിന്റെയും ജ്ഞാനത്തിന്റെയും മൂർത്തിമത് ഭാവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതായത് ബ്രഹ്മദേവൻ 12 മഹാജനിൽ ഒരാളാണ്. അദ്ദേഹം നമുക്ക് ഭഗവാൻ ആരാണെന്നുള്ള സത്യം പറഞ്ഞു തരികയാണ്. നാം ഭഗവാനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ 12 മഹാജനിൽ ആരെങ്കിലും ഒരാളിൽ നിന്നാണ് കേൾക്കേണ്ടത്. അപ്പം അതിൽ തന്നെ ഒരാളായിട്ടുള്ള ബ്രഹ്മദേവൻ നമുക്ക് ഈ ഒരു അറിവ് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനോട് എന്താണ് പറയുന്നതെന്ന് ഒന്ന് നോക്കാം. 5-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനോട് ഇപ്രകാരം പറയുന്നുണ്ട്. ഭോക്താരാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. എല്ലാ തപസ്സുകളുടെയും യജ്ഞങ്ങളുടെയും ഭോക്താവും സർവലോകങ്ങളുടെയും അധിപനും ദേവന്മാരുടെയും ലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവാത്മാക്കളുടെയും സുഹൃത്തും അഭ്യുതകാംക്ഷിയുമാണ് ഞാനെന്ന് മനസ്സിലാക്കുന്ന ഒരു കൃഷ്ണാവബോധമുള്ള വ്യക്തി ഈ ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ ശ്ലോകത്തിലൂടെ. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലായത്? നാം ചെയ്യുന്ന എല്ലാ തപസ്സുകളുടെയും യജ്ഞങ്ങളുടെയും ഭോക്താവ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. എല്ലാ ദേവന്മാരുടെയും അധിപൻ, സർവ്വലോകങ്ങളുടെയും അധിപൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ കൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്രകാരം നമ്മൾ പല പുരാണങ്ങളോ ഭഗവത്ഗീതയിൽ തന്നെ പലയിടങ്ങളിലും ഭാഗവതത്തിലും എല്ലാം ഭഗവാന്റെ ആ ഒരു പരമ ദിവ്യോത്തമത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി നാം ആരാണ്? അതാണ് നമുക്ക് ഇനി നോക്കേണ്ട അടുത്ത കാര്യം. അത് തന്നെ ഭഗവാൻ ഭഗവത്ഗീതയില് 15-ാമത്തെ അധ്യായത്തില് 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷി. അതായത് ഈ ഭൗതിക ലോകത്തിൽ കാണപ്പെടുന്ന ബദ്ധരായ എല്ലാ ജീവാത്മാക്കളും എന്റെ ശാശ്വതമായിട്ടുള്ള അംശങ്ങളാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ജീവാത്മാവ് ഭൗതിക പ്രകൃതിയിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നു. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് നമ്മുടെ വ്യക്തിത്വം മനസ്സിലാക്കി തരികയാണ്. അതായത്
നാം ഭഗവാന്റെ ശാശ്വത അംശങ്ങളാണ്. വേദത്തിനനുസരിച്ച് നാം നോക്കുകയാണെങ്കിൽ ഭഗവാൻ അനേകായിരം വിസ്തരണങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതിനെ വിഷ്ണുതത്വം അഥവാ സ്വാംശം എന്നറിയപ്പെടുന്നു. അതിൽ കുറച്ച് താഴേക്കിടയിലുള്ള ജീവാത്മാവായ നാം വിഭിന്നാംശം എന്നറിയപ്പെടുന്നു. ഇനി മറ്റൊരു ശ്ലോകത്തിൽ, അതായത് ഭഗവത്ഗീതയിൽ തന്നെ 14-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തി താസാം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജ പ്രതാപിതഃ. ഭഗവാൻ അർജുനോട് പറയുകയാണ്, ഹേ കുന്തിപുത്ര, നാനാരൂപേണയുള്ള ജീവജാലങ്ങൾ ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത് ഞാനാണ്. അവിടെയെല്ലാം ബീജപ്രദാതാവായ ആ പിതാവും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു വാസസ്ഥലം ഈ ഭൗതിക ലോകമല്ല, നാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി. ഉദാഹരണത്തിന്, ഒരു അഗ്നിസ്ഫുലിംഗം അഗ്നിയുമായി ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം അഗ്നിയുടേതായ എല്ലാ ഗുണഗണങ്ങളും അതിനുണ്ടാവും. അതുപോലെ ഭഗവാന്റെ ശാശ്വത അംശങ്ങളായിട്ടുള്ള നാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ നമുക്കും ഭഗവാന്റെ എല്ലാ ഗുണഗണങ്ങളും ഉണ്ടാകും, അളവിൽ കുറവാണെങ്കിലും. അതേസമയം ഈ അഗ്നിസ്ഫുലിംഗം അഗ്നിയിൽ നിന്ന് വേർപെട്ട് കുറച്ച് കഴിയുമ്പോൾ വെറും ചാരമായി തീരുന്നു. അപ്പം അഗ്നിയുടേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നഷ്ടമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നാം ഭഗവാനിൽ നിന്ന് അകന്ന് മാറി നിൽക്കുമ്പോൾ ഭഗവാന്റേതായിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും നമ്മളിൽ നിന്ന് നഷ്ടമാവുകയും നാം അപൂർണരാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. എപ്പോഴാണോ നാം ഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ മാത്രമേ ഭഗവാന്റെ ശാശ്വത അംശങ്ങളായ നമുക്ക് പൂർണ്ണത ലഭിക്കുകയുള്ളൂ. ഒരു മരത്തിന്റെ ഇല മരത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ആ ഇലയ്ക്ക് വേണ്ടത്ര പോഷകങ്ങളെല്ലാം ലഭിക്കുകയും അതിന് നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ജീവിതം ഉണ്ടാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും പരിപാലകനും എല്ലാത്തിൻ്റെയും നിലനിൽപ്പതിനും കാരണഭൂതനുമായ ഭഗവാനുമായിട്ട് നാം ചേർന്ന് നിൽക്കുമ്പോൾ നാം എപ്പോഴും സന്തോഷവാന്മാരായിരിക്കും. അല്ലാത്ത പക്ഷം ഭഗവാൻ പറയുകയാണ്, നമുക്ക് ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെയധികം ബുദ്ധിമുട്ടുള്ളതായി തീരും. നാം ഈ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളിൽപ്പെട്ട് ഓരോ നിമിഷവും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പം ആ പ്രയാസങ്ങളെയൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ ശരിയായിട്ടുള്ള പരിഹാരം ഭഗവാൻ തന്നെ പറയുകയാണ്. നാം എപ്പോഴും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പ്രക്രിയകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹരേ കൃഷ്ണ.